ഈ വീഡിയോയിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്ക ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ചെയ്തിട്ടുണ്ട്. അതായത് ലഷ്കറിലും അതേപോലെ ഹമാസിലും ബന്ധപ്പെട്ട രണ്ടാൾക്കാരെ വൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ ജോലിക്ക് വെച്ചിട്ടുണ്ട്. ഇസ്മായിൽ റോയർ ലഷ്കറുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് 13 വർഷം ഏതാണ്ട് അമേരിക്കൻ ജയിലിൽ പാർപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അവൻ അതായത് ഫീൽ ഗിൽറ്റി കഴിഞ്ഞിട്ട് തടവ് കാലാവധി കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങിയതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വ്യക്തി ഷെയ്ഖ് ഹംസ യൂസഫ്. ഈ ഷെയ്ഖ് ഹംസ യൂസഫ് ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് FBI ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. FBI ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യപ്പെട്ട് ഹമാസിന് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ആരോപണം നേരിടുന്ന ആളാണ്. ഇങ്ങനത്തെ രണ്ട് വ്യക്തികളെയാണ് അമേരിക്ക, പ്രത്യേകിച്ചും ട്രംപ്, ഈ തീവ്രവാദത്തിനെതിരെ പൊരുതും, തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യണം, തീവ്രവാദത്തിനെ ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ മിഡിൽ ഈസ്റ്റ് മീറ്റിങ്ങിൽ പോയിട്ട് ഘോര പ്രസംഗിച്ച് ട്രംപ് ചെയ്യുന്ന പരിപാടിയാണ് ഈ വക കാര്യങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ അലിഗേഷനിൽപ്പെട്ട ആൾക്കാർ, അതേപോലെ തന്നെ ഇതേ തീവ്രവാദ കുറ്റകൃത്യത്തിൽ ശിക്ഷ നേടി 13 വർഷം ജയിലിൽ കിടന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ഇങ്ങനെ അഡ്വൈസറി കമ്മിറ്റിയിൽ വെക്കണം? ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, ലോജിക്കാണ്. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഒരുപാട് ന്യായീകരണങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് FBI ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ CIA ഉണ്ട്, ഞങ്ങൾ പലതരപ്പെട്ട ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് 5 eyes ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ റെക്കോർഡൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള ചില ന്യായവാദങ്ങളൊക്കെ ഇവർക്ക് ഉയർത്താം. പക്ഷെ എന്നിരുന്നാലും ഇത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഗ്ലോബൽ ത്രെട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള തീവ്രവാദത്തിന് പിന്തുണ പോയ ആൾക്കാരെ പിടിച്ച് അഡ്വൈസറി കമ്മിറ്റിയിൽ വെക്കുന്നത്. ഇനി ഇതൊക്കെ പിന്നീട് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ മാധ്യമങ്ങൾ ഇതിനെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ള വ്യക്തമായ കാരണങ്ങൾ ശരിക്കും വൈറ്റ് ഹൗസ് വ്യക്തമാക്കേണ്ടതാണ്. ഇനി ഇതിനെ തുടർന്ന് ഒരു വിഷയം കൂടി നമുക്ക് ആഡ് ചെയ്ത് പോകാം. ഇസ്രായേൽ തകൃതിയായിട്ട് ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണ്, ഇപ്പം ഇസ്രായേൽ എങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ എവിടെയും കൊടുക്കുന്നില്ല. കേരളത്തിലുള്ള മാധ്യമങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ അതിരൂക്ഷമായ നിലയിൽ ആക്രമണം തുടരുന്നു, അവിടെ കണ്ണീരാകുന്നു, അതാകുന്നു, ഇതാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് റെഡി ആയിട്ടുണ്ട്. ആ ബ്ലൂ പ്രിന്റ് എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ബദലായിട്ട് അമേരിക്കയുടെ പ്ലാനിനെ തകിടം മറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി എന്തുകൊണ്ട് ഇസ്രായേൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അവിടെയാണ് എയ്ഡൻ അലക്സാണ്ടർ അതായത് ഈ ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ട ബന്ദികളെ മൊത്തത്തിൽ ഒരു രീതിയിലും വിട്ടയക്കത്തില്ല എന്ന് നിർബന്ധമായിട്ട് ചാട്ടിയും പിടിച്ചു നിൽക്കുന്ന ഹമാസ്, അവർ എങ്ങനെയാണ് ഈ ഒരു എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഈ ഒരേ ഒരു ബന്ദിയെ മാത്രം വിട്ടയച്ചത്? അപ്പോൾ അതിൻ്റെ പുറകിൽ അമേരിക്ക നടത്തിയ ആ ഒരു നിഗൂഢമായി നടത്തിയ ബാക്ക്ഗ്രൗണ്ട് ചർച്ച എന്താണ് നോക്കിക്കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ട്രംപ് ഖത്തർ സന്ദർശിച്ച സമയത്ത് ഖത്തറിൽ നിന്നും പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗാസ സ്റ്റാർവിംഗ് എന്നാണ്. അതായത് ഗാസയിൽ ഇപ്പോൾ പട്ടിണിയാണ് എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ലോകരാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റെങ്കിലും പറയണം അമേരിക്ക. അതാണ് നിർദ്ദേശം. ആ തീവ്രവാദികളുടെ ആ ഒരു ശാഠ്യത്തിന് വഴങ്ങി ഡൊണാൾഡ് ട്രംപ് അത് വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് ഖത്തറിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഈ ഒരു ഗാസ ഈസ് സ്റ്റാർവിംഗ്. ഗാസയ്ക്കുള്ളിൽ ആരും പട്ടിണി വന്ന് ഇപ്പം മരണപ്പെട്ടതായിട്ട് വാർത്തകളൊന്നും വന്നിട്ടില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. ഗാസയ്ക്കുള്ളിൽ പട്ടിണിയുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഗാസയ്ക്കുള്ളിൽ പട്ടിണിയുണ്ട്. ഗാസയ്ക്ക് പുറം രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് എയ്ഡ് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇസ്രായേൽ യഹൂദന്മാർ കൊടുക്കുന്ന എയ്ഡ് തന്നെയാണ് UN കിടന്ന് കളിക്കുന്നതും. പിന്നെ കുറച്ച് അറബ് രാഷ്ട്രങ്ങൾ കൊടുക്കുന്ന എയ്ഡും കൂടിയുണ്ട്. അപ്പോൾ ഈ എയ്ഡുകളൊക്കെ ചേർന്നാണ് UN ത്രൂ UNWA UNRWA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന എയ്ഡെല്ലാം ഫ്രീ ആണ്. ട്രക്ക് കണക്കിൽ 6 വീല് 8 വീല് ട്രക്ക് കണക്കിൽ കണ്ടെയ്നർ കണക്കിൽ കൊണ്ടുപോകുന്ന ഈ ഒരു ഫ്രീ എയ്ഡുകൾ ഹമാസ് പിടിച്ചു വെച്ചിട്ട് ഹമാസ് അതിനെ ഉള്ളിൽ മറിച്ച് വിലയ്ക്ക് വിൽക്കുകയാണ്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗാസയ്ക്കുള്ളിൽ ആൾക്കാർക്ക് എവിടെ നിന്നാണ് പൈസ? പണ്ടാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈ ഗസയിൽ നിന്നുള്ള ആൾക്കാർ പോയി പണിയെടുത്തുകൊണ്ട് വരുമായിരുന്നു. അതുകൂടാതെ ഗസയ്ക്കുള്ളിൽ ചെറിയ ചില്ലറ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സ്ഥിതി അങ്ങനെയല്ല. ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഗസക്കാർക്കും പണി കൊടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ആ സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് ഇവർക്ക് പൈസ കൊടുത്ത് ഹമാസിന്റെ കയ്യിൽ നിന്നും ഈ ഒരു ഫ്രീ എയ്ഡ്, കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഫ്രീ എയ്ഡ് ഹമാസിന്റെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് മേടിക്കണം. ഇസ്രായേൽ ഈ ഗേറ്റ് കടത്തി ഗസയ്ക്കുള്ളിൽ വിടുന്ന ഒരു ട്രക്കിനും പൈസ ഈടാക്കുന്നില്ല. ഒരു രീതിയിലുള്ള പൈസയും ചാർജ് ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇന്റർനാഷണൽ അതോറിറ്റീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു എയ്ഡ് ഹമാസ് പൈസയ്ക്കാണ് വിൽക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു ഇന്റർനാഷണൽ അതോറിറ്റി ആയിട്ടുള്ള
UNRWAക്കോ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിനോ ഒരു കഴിവില്ല എന്നുള്ളതാണ്. അവരത് ചെയ്യുകയില്ല. അവർക്ക് അറിയത്തില്ല എന്ന് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ പൈസ കൊടുത്താണ് ഈ ഒരു എയ്ഡ് ഗാസ ജനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ എന്ത്, സ്വാഭാവികമായിട്ട് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഭക്ഷണം മേടിക്കാൻ പറ്റില്ല. അങ്ങനെ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഫ്രീ എയ്ഡിന് വേണ്ടിയിട്ട് അവർ എവിടെയെങ്കിലൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആ ജനങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണ് ഈ പൈസ കൊടുത്ത് മേടിക്കാൻ കെൽപ്പില്ലാത്ത ആൾക്കാരാണ് ഈ പാത്രങ്ങളൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് ഈ സൈഡിൽ നിന്നും ഫുഡ് സപ്ലൈ ചെയ്യുന്ന, അതായത് റെഡി ടു ഈറ്റ് ഫുഡ് കൊടുക്കുന്ന ഏരിയയിൽ വന്നിട്ട് ഈ പബ്ലിക് കിച്ചൺ സൈഡിലൊക്കെ വന്നിട്ട് ഈ ഫുഡ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് അവിടെ സ്റ്റാർവിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ സ്റ്റാർവിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരന് ഉത്തരവാദി ആരാണ്? ഹമാസാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയം. ഏതാണ്ട് 50,000 ആൾക്കാരോളം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വെച്ചോ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. പിന്നെ ഹമാസിന്റെ പല നേതാക്കളും പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞങ്ങളുടെ ജനങ്ങൾ പോകുന്നത് അങ്ങനെ, അതായത് ഞങ്ങളുടെ ജനങ്ങൾ മരിക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം അത് റിലീജിയസ് ബിലീവിന്റെ ഭാഗമാണ്, അതിൽ അവരതിൽ പ്രൗഡാണ്, അതാണ് അവർ പറയുന്നത്. അപ്പൊ ആശയത്തിന്റെ പേരിൽ മരിക്കുന്നതിന് പ്രൗഡായിട്ട് കരുതുന്ന, ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു നേതൃത്വം ഭരിക്കുന്നതാണ് ഗസ. അപ്പൊ ഈ ഗസയിൽ നിന്നുള്ള ആൾക്കാർ മരിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഒരു വിഷമവും ഇല്ലാത്ത ഈ ഒരു നേതൃത്വം തീർച്ചയായിട്ടും ഈ ഒരു എയ്ഡ് കൊണ്ട് കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റി അവരെ വളർത്തിയെടുക്കണം എന്നുള്ള താല്പര്യമൊന്നും അവർക്കില്ല. ഇത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ അജണ്ടയാണ്. അപ്പൊ പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അതായത് ഇത്രയും പെട്ടെന്ന് ഈ ഒരു ക്വിക്കായിട്ട് ഈ ഒരു റിലീസ്, എയ്ഡൻ അലക്സാണ്ടർ റിലീസ് നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അതായത് ഇസ്രായേൽ ഈ ഒരു എയ്ഡ് സപ്ലൈ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഗസയിലെ ഹമാസിനെ കുറുക്കിക്കൊള്ളുന്ന തീരുമാനമായി പോയി. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, അതായത് ഹമാസ് ഈ യുവാക്കളെ പിടിച്ചോണ്ട് പോയിട്ട് അവരെ ട്രെയിൻ ചെയ്ത് ഒരു ആർമി ആയിട്ട് അവരെ വളർത്തിയെടുക്കണം എന്നുള്ള നിലയിൽ തീവ്രവാദികളായിട്ട് മാറ്റാനുള്ള ശ്രമം ഒരു സൈഡിൽ തുടരുമ്പം, മറ്റൊരു സൈഡിൽ നിസ്സഹായരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ ഫുഡ് സപ്ലൈ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അവരെ ഇവർ നിലനിർത്തുന്നത്. ഈ ഫുഡ് സപ്ലൈ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അവരെ ഇവർ നിലനിർത്തുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് ഫുഡ് തരുന്ന ഒരാൾ, അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഫുഡ് തരുന്ന സംഘടന ഹമാസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഹമാസിനെ അനുകൂലിച്ച് തന്നെ നിൽക്കും. കാരണം അവർക്ക് അതിജീവനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പൊ ആ ഒരു ഭക്ഷണത്തിന്റെ കൺട്രോൾ ലിറ്ററലി ഇസ്രായേൽ ഏറ്റെടുക്കുന്നു. അതായത് ഇപ്പൊ റഫ ബോർഡർ കംപ്ലീറ്റ്ലി ഫുൾ ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. ഖാൻ യൂനീസും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അപ്പൊ ഇപ്പം ഈ ഇവാക്യുവേറ്റ് ചെയ്ത ഖാൻ യൂനിസ്, ഈ ഭാഗങ്ങളിലെല്ലാം ആൾക്കാരൊന്നും താമസമില്ല. ഇപ്പൊ കംപ്ലീറ്റ് ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള ആക്രമണം മറ്റുള്ള പ്രദേശങ്ങളിൽ അയച്ചു വിടുകയാണ്. അവിടെ അയച്ചു വിട്ടിട്ട് അവിടെ ഫിൽട്ടർ ചെയ്ത് ആൾക്കാരെ ഈ ഹമാസിലല്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള ചില ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം, അതായത് ഹമാസിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാത്ത രീതിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അവർ ഈ ഒരു സെഗ്രിഗേറ്റ് ചെയ്ത് ഫുൾ ആൻഡ് ഫുൾ IDFന്റെ കൺട്രോളിൽ വന്ന ഏരിയയിലോട്ട് മാറ്റിപ്പാർപ്പിച്ചിട്ട് ഈ ഏരിയയിലോട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് എയ്ഡ് കൊടുത്തു തുടങ്ങും. ഇസ്രായേലാണ് എയ്ഡ് കൊടുക്കാൻ പോകുന്നത്. ഈ എയ്ഡ് കൊടുക്കുന്നതോടുകൂടി ഈ ജനങ്ങൾ ഇവിടെ ജനവാസം ഓക്കെയാണ്, ഇവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, തീവ്രവാദം ഈ പരിസരത്തില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ മറ്റുള്ള ഭാഗങ്ങളിലും ഇതേ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഹമാസ് നിർവീര്യമാകുകയാണ്. അവിടെ ഹമാസിന്റെ ഈ ഒരു എക്കോണമി എന്ന് പറഞ്ഞത് ക്രാക്ക് ആവുകയാണ്. കാരണം അവർക്ക് ഇനി എയ്ഡ് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത് എയ്ഡ് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അതായത് ഈ ഫുഡ് ഐറ്റംസ്, ഈ ഒരു സപ്ലൈസ് എല്ലാം കൺട്രോൾ ചെയ്ത് ജനങ്ങളെ അവരുടെ ഒരു കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല. കാരണം ഇതും അണ്ടർ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ ഹമാസ് അവിടെ നിർവീര്യമാകുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഹമാസിനെ പേടിപ്പെടുത്തുന്ന ഒരു ആശയം, ഇത് ഹമാസിനെ പേടിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ പേടിയാണ് എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ റിലീസ് ചെയ്യിക്കാൻ സഹായകരമായത്. അതായത് അമേരിക്ക ഇടപെട്ടിട്ട് ഈ ഒരു എയ്ഡ് ട്രക്കുകൾ വീണ്ടും ഹമാസിന്റെ നേതൃത്വത്തിൽ തന്നെ ഗസയ്ക്കുള്ളിൽ വരണം. ഇതാണ് അന്തർധാരയിൽ നടന്ന ചർച്ച. ഈ ചർച്ചയ്ക്ക് ഓക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിൽ വന്ന് നിന്നിട്ട് വീമ്പിളക്കിയത്. എന്ത് വീമ്പിളക്കിയത്? I will tell you that the world is a much safer place right now, and I think in 2 or 3 weeks we could have it be a much safer place. We're going to handle a couple of situations that you have here. We have some very serious situations, and we're looking at Gaza, and we got to get that taken care of. A lot of people are starving. There's a lot of bad things going on. ഗാസ ഈസ് സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒറ്റ വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയ്ഡൻ അലക്സാണ്ടറിനെ റിലീസ് ചെയ്തത് ഹമാസ്. അതായത് ട്രംപ് ഏറ്റെടുത്തിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ എയ്ഡ് ഞാൻ എത്തിക്കാം എന്നുള്ള വാഗ്ദാനം.
അത് ഇൻഡയറക്റ്റ് വാഗ്ദാനം. ഈ വാഗ്ദാനമാണ് എയ്ഡൻ അലക്സാണ്ടറെ ഹമാസ് റിലീസ് ചെയ്യാനുള്ള കാരണമായി തീർന്നത്. അപ്പൊ തീവ്രവാദമായാലും എന്തായാലും കച്ചവടം എന്ന് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവട താല്പര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പുതിയ അമേരിക്കൻ ഭരണകൂടം. തീർച്ചയായിട്ടും ഇന്ത്യക്ക് എതിരെ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊരു 6 മാസം കൊണ്ട് ഇതേ ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ വിള്ളൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വേറെ ഒന്നുമില്ല, ട്രംപിന് വേണ്ടത് ഇന്ത്യ അംഗീകരിക്കണം. എന്തംഗീകരിക്കണം? പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതിൽ ട്രംപിനൊരു നിർണായക പങ്കുണ്ട് എന്നുള്ളത് ഇന്ത്യ ചെറുകനെയെങ്കിലും ഒരു സൈഡിൽ പറഞ്ഞു പോകണം. അതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ആണെങ്കിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിലുപരിയായിട്ട് ഇന്ത്യ ട്രംപിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള നിലയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപിന് ഇതിന് യാതൊരു റോളുമില്ല. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായി പാകിസ്ഥാനുമായിട്ട് ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു യുദ്ധം നിർത്തിയത്. പിന്നെ ഇന്ത്യക്ക് യുദ്ധം നടത്താൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇന്ത്യ പ്രിസൈസ് ആയിട്ട് തീവ്രവാദികളെ അറ്റാക്ക് ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്. അത് തന്നെയാണ് ഇന്ത്യ നടപ്പിലാക്കിയതെന്നും കൂടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ട്രംപ് മിഡിൽ ഈസ്റ്റ് യോഗത്തിൽ വന്നിട്ട് വിളിച്ചു കൂവിയത്. അതായത് ആപ്പിൾ എന്തിനാണ് ഇന്ത്യയിൽ പോയി നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്? ആപ്പിൾ ഇന്ത്യയിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലേ ട്രംപിന് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്ത് ഇന്ത്യ ഭയങ്കര ഹൈ താരിഫ് ആണെന്ന് പറഞ്ഞ സമയത്താണെങ്കിൽ ഇന്ത്യ ഓൾറെഡി തന്നെ പല താരിഫുകളുമായിട്ട് റെസിപ്രോക്കൽ എഗ്രി ചെയ്ത് മാസങ്ങളോളം അമേരിക്കയിൽ പോയിരുന്ന് ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ട് നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതുപോലും അറിവില്ലാത്ത ഒരു ട്രംപ് ഭരണകൂടമാണ് അമേരിക്ക ഭരിക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഫാക്ട് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കള്ളത്തരം പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇതാണ് വ്യക്തമായി പറയാനുള്ളത്. ഇന്ത്യ ഓൾമോസ്റ്റ് 33%, ഓൾമോസ്റ്റ് 50% സാധനങ്ങൾക്കും റെസിപ്രോക്കൽ ഓൾറെഡി തന്നെ എഗ്രി ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഈ താരിഫ് എന്ന് പറയുന്നത് മ്യൂച്വൽ ആയിരിക്കണം. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു മ്യൂച്വൽ കൺസെന്റ് ആണ്. രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് തരുന്ന രീതിയിലുള്ള എഗ്രിമെന്റ് ആണ് ട്രേഡ് എഗ്രിമെന്റ് എന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ എന്താണോ ഇന്ത്യക്ക് പരിഗണന, അതേ പരിഗണന തന്നെ ആയിരിക്കും ഇന്ത്യയിൽ അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രോഡക്ട്സിനും. മാമ്പഴമൊക്കെ കെട്ടുകണക്കിൽ അവിടെ ഇപ്പം ചീഞ്ഞഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ആ രീതിയിലാണ് ഇന്ത്യൻ മാമ്പഴത്തിന്റെ ലോഡിന് ഒരു ദുരവസ്ഥ നേരിടേണ്ടി വരുന്നത്. ഇതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ ഈ ഫുഡ് ഐറ്റംസ് ഇവർ എന്ത് സർട്ടിഫിക്കേഷൻ, ഡോക്യുമെന്റേഷൻ ഒക്കെ പറഞ്ഞ് ഇവർ കാണിക്കുന്നെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയുമായിട്ട് കാണിക്കുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇതിനു മുമ്പും മാമ്പഴങ്ങൾ ഇന്ത്യയിൽ നിന്നും കയറ്റി അയച്ചിട്ടുണ്ട്. പുതിയതായിട്ടല്ല ഇന്ത്യ ലോഡ് അങ്ങോട്ട് അമേരിക്കയിലോട്ട് അയക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എന്തിന്റെ ക്രിമികടിയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.